ആർ ചന്ദ്രശേഖരൻ ഇവിടെ സമ്പത്ത് തന്നെ പറഞ്ഞതുപോലെ അങ്ങേക്ക് അല്പം കൂടി ഇതിന്റെ നിയമത്തിന്റെ ഓരോ വാചകങ്ങളിലൂടെയും താങ്കൾ സഞ്ചരിച്ചിട്ടുണ്ടാകുന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ താങ്കൾ ഉൾപ്പെടുന്ന സംഘടന പോലും ഇതിൽ വലിയ എതിർപ്പുകൾ ഉയർത്തുകയും ചെയ്തത്. ഇപ്പോൾ ഇവിടെ BJP പ്രതിനിധി പറഞ്ഞതുപോലെ പൂർണ്ണമായും തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമമാണ് ഇത് എന്നവർ വിശദീകരിക്കുകയാണ്. എന്തൊക്കെ കള്ളങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ തൊഴിലാളി വിരുദ്ധത ഈ നിയമത്തിന്റെ മറവിൽ ഒളിച്ചു കടത്തപ്പെടുന്നുണ്ട് ശ്രീ ചന്ദ്രശേഖരൻ? നമസ്കാരം അശ്വതേ. നമ്മുടെ ഒരു കാര്യം ഞാനിപ്പോൾ BJPയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞതിനോടൊന്നും പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, ഇതൊരു ട്രേഡ് യൂണിയൻ വിഷയമാണ്, തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയമാണ്. എന്തായിരിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു നിലപാട്? സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ പൊതു നിലപാടെന്ന് പറയുന്നത് ഒരു രാജ്യം അന്തർദേശീയ മേഖലകളിൽ, പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയിലും ILOയിലുമൊക്കെ സ്ഥിരാംഗത്വമുള്ള ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ നിലപാടുകൾ എന്തായിരിക്കണം എന്നുള്ളത് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐക്യരാഷ്ട്രസഭയുടെ അജണ്ട, ILOയുടെ കൺവെൻഷൻസ്, അവരുടെ റെസൊല്യൂഷൻസ്, അവരുടെ റെക്കമെൻഡേഷൻസ്, ഇതൊക്കെ കൃത്യമായി നടപ്പാക്കാൻ പ്രാതിനിധ്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ നമ്മൾ കാണേണ്ടത് ഉപരിപ്ലവമായി ഒരു പെരിഫറൽ ഡിസ്കഷൻ കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ അവർ ശരിയെന്ന് തോന്നുന്നതാണ് അവർ ചെയ്യുന്നത്. നമുക്കൊരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾ ഭൂരിപക്ഷം കൊടുത്ത് അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർ ചെയ്യുന്നു. അങ്ങനെ കാണാവൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു വിശ്വാസിയാണ് ഞാൻ. INTUC എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ദശാബ്ദങ്ങൾക്ക് പിറകിലോട്ടൊക്കെ പോയി നമുക്ക് ആലോചിച്ച് അതൊന്നും ഇപ്പോൾ വർത്തമാനം പറയുന്നതിൽ കാര്യമില്ല എന്നെനിക്കറിയാം. പക്ഷേ ഈ രാജ്യത്തെ വളർത്തിയെടുത്തത്, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തിക്കൊണ്ടുള്ള ഈ രാജ്യത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഭേദഗതികൾ കൊണ്ടുവരാനൊരു കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ ആ ഭേദഗതികളുടെ അടിസ്ഥാനം എന്താണ്? ആ ഭേദഗതികൾ വന്നാൽ അത് ഈ രാജ്യത്തിൻ്റെ ജനങ്ങളെ എങ്ങനെ ബാധിക്കും? ജനങ്ങൾ എന്ന് പറയുന്നതിനകത്ത് തൊഴിലാളികളുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ സംഖ്യ എത്രയാണ്? നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ, ഒട്ടുമിക്ക രാജ്യങ്ങളിലും പോകാൻ അവസരം കിട്ടിയ ഒരാളാണ്. അവിടെ ജനസംഖ്യ കുറവും വരുമാനം കൂടുതലുമുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചൈനയോ അല്ലെങ്കിൽ ഇന്ത്യയോ അതുപോലുള്ള വൻ രാജ്യങ്ങൾ, ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യങ്ങൾ, ആ വരുമാനം വെച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പരിഷ്കാരങ്ങളെ കാണാൻ തീരുമാനിച്ചാൽ വല്ലാത്ത ഒരു അപകടത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ സമ്പത്ത് സൂചിപ്പിച്ചത് കർഷക പ്രക്ഷോഭമാണ്. കർഷകരെ മുഴുവനും പിണക്കി നിർത്തിക്കൊണ്ട് വോട്ട് കിട്ടുന്നതിനെക്കുറിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കർഷകർ ആവലാതികളായി മുന്നോട്ട് വരുന്നു. തൊഴിലാളികളെല്ലാവരും ആശങ്കയും ആവലാതിയും പരാതികളുമായി വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഒരു ദിവസം സുപ്രഭാതത്തിലുണ്ടായതല്ല. എത്രയോ മഹാന്മാർ എത്രയോ കാലം ചർച്ച ചെയ്തുണ്ടാക്കിയ ഭരണഘടന. അതിൽ കാലോചിതമായ ഭേദഗതികൾ വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ കാലോചിതമായ ഭേദഗതികൾ വരുമ്പോൾ മജോറിറ്റി ഓഫ് ദി പോപ്പുലേഷൻ, ഒരു ജനസംഖ്യയുടെ ഭൂരിപക്ഷം ആളുകൾക്കെങ്കിലും അതിൻ്റെ പ്രയോജനവും ഒരു ആത്മവിശ്വാസവും പകർന്നു കൊടുക്കാൻ കഴിയണം. അത് ഒന്നോ രണ്ടോ മുതലാളിമാർക്ക് ആത്മവിശ്വാസം കൊടുത്താൽ പോരാ. നമ്മൾ ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് തൊഴിലാളികൾക്കൊരു മിനിമം വേതനം വേണം. അതൊരു നാഷണൽ മിനിമം വേതനം വേണമെന്ന ഒരു ഡിമാൻഡ് മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ അത് അംഗീകരിക്കാൻ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല? അത് അംഗീകരിച്ചാൽ വരാവുന്നത്, സമ്പത്ത് പാർലമെൻറ്റ് മെമ്പറായിരുന്നു, ദീർഘകാലം പാർലമെൻറ്റേറിയൻ ആയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു ദേശീയ മിനിമം വേതനം വന്നാലുള്ള ഗുണം, ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ലേബർ മൈഗ്രേഷൻ പരമാവധി കുറയും. എവിടെ ജോലി ചെയ്താലും ആ കൂലി കിട്ടും എന്ന് വന്നാൽ ലേബർ മൈഗ്രേഷനും അതിനോട് അലൈഡായിട്ട് വരുന്ന എല്ലാ വിഷയങ്ങളും അവിടെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ കഴിയും. നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യ, വിവിധങ്ങളായ സംസ്കാരങ്ങൾ, അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, അവരെന്തിനാണ് ഈ രാജ്യം മുഴുവൻ കിടന്ന് പാടുപെട്ട് ഓടുന്നത്? കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ് ദാരുണമായ എത്രയോ സംഭവങ്ങൾ. അതൊന്നും ഇനി ഞാൻ വിവരിക്കുന്നില്ല. ഐക്യരാഷ്ട്രസഭയും ILOയും പറയുന്ന കാര്യങ്ങൾ അവിടെ സമ്മതിച്ച് വോട്ടിട്ടിട്ട് ഇവിടെ അതിന് ഘടകവിരുദ്ധമായ നിലപാടുകളാണ് എടുക്കുന്നത്. 2030 ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. 2030 ഐക്യരാഷ്ട്രസഭയുടെ ഡിക്ലെയർഡ് പോളിസി എന്താണ്? ഡീസൻറ്റ് ജോബ് ഫോർ ഓൾ. ആ ഡീസൻറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ന്യായമായ മതിയായ വേതനമാണ്.
രണ്ടാമത്തേത് മതിയായ ഒരു ഭവനമാണ്, മൂന്നാമത്തേത് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്, നാലാമത്തേത് സമ്പൂർണ്ണമായ ഒരു ആരോഗ്യ പരിരക്ഷയാണ്. ഈ 4 എണ്ണം മാത്രം എടുത്താൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ്? ഇത് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ? ഇപ്പോഴത്തെ എന്താ കോഡ് എന്ന് പറയുമ്പോൾ നിയമങ്ങളെല്ലാം മാറ്റി, നിയമമില്ല. സമ്പത്ത് എന്നോട് എഗ്രി ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. നിയമങ്ങളില്ല, അതിന് പകരം കോഡുകളാക്കുന്നു. നിയമം എന്ന് പറയുമ്പോൾ അതിന് ഒരു ലേമൻ ഒപ്പീനിയൻ ഉണ്ട്. സാധാരണക്കാരൻ്റെ മനസ്സിൽ നിയമമാണ്, എനിക്കൊരു നിയമമുണ്ട് എന്നെ സംരക്ഷിക്കാൻ എന്ന് പറയുന്നതും, ഒരു കോഡുണ്ട് എന്ന് പറഞ്ഞാൽ, കോഡെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മനുഷ്യന് മനസ്സിലാവുന്ന ഒരു ഭാഷ എന്താണ്, അതിൻ്റെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? ഞാനിതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇവിടെ ഈ 4 ലേബർ കോഡുകൾ, 29 തൊഴിൽ നിയമങ്ങൾ മാറ്റിമറിച്ച് 4 ലേബർ കോഡുകൾ കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷ ശബ്ദം ശുഷ്കമാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഇല്ലാതാക്കിക്കൊണ്ട് ഇത് പാസ്സാക്കിയെടുക്കുന്നു. കർഷകരെ സംബന്ധിച്ച് കർഷക ബില്ല് വരുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം നിരാകരിക്കുകയാണ്. കൂടിയാലോചനകളില്ല, ഇന്ത്യൻ ലേബർ കോൺഫറൻസ് നടക്കുന്നില്ല. എന്തുകൊണ്ട് BJP അധികാരത്തിൽ വന്നിട്ട് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വേണ്ടെന്ന് വെച്ചു? സോ ദർ ഈസ് നോ പ്രോപ്പർ കൺസൾട്ടേഷൻ വിത്ത് ദി തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ 1 ഗവൺമെൻറ്, 2 മാനേജ്മെൻറ്റ്, ഇൻവെസ്റ്റർ, 3 ലേബറാണ്. എന്തുകൊണ്ട് തേർഡ് പാർട്ടിയോട് ഡിസ്കസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നു? BMS-ഉമായിട്ട് ചർച്ച ചെയ്ത്, ഞാനിന്ന് BMS-ൻ്റെ വളരെ ഉന്നതരായ നേതാക്കന്മാരുമായിട്ട് ഇന്നലെയായി സംസാരിക്കുന്നുണ്ട്. അവരോട് തൊഴിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രത്യേകം ചർച്ച ചെയ്ത് പരിഹരിക്കാം. അവരുടെ ഒരു ആത്മവിശ്വാസത്തിൽ അവർ നിൽക്കട്ടെ, നല്ല കാര്യമാണ്, നമുക്കതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം കർഷകരും തൊഴിലാളികളും വല്ലാത്തൊരു ആശങ്കയിലാണ്. ഇത് നടപ്പാക്കിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. ഞാൻ പറയാം, നമ്മുടെ ഒരു സാധാരണ മനസ്സിൽ വരുന്നത്, ഈ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടാൽ, അത് മുതലാളി ലംഘിച്ചാലും തൊഴിലാളി ലംഘിച്ചാലും, ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇടപെടാനൊരു സംവിധാനം, നിയമം ഈ രാജ്യത്തുണ്ടായിരുന്നു. അത് പരിശോധിക്കാനൊരു സംവിധാനമുണ്ടായിരുന്നു. ആ പരിശോധനകൾ എടുത്തു കളയുന്നു. നമ്മളൊരു മിലിറ്ററി റിക്രൂട്ട്മെൻറ്റിലെ അഗ്നിവീർ പദ്ധതി വന്നതുപോലെ എല്ലാം പെട്ടെന്ന് മാറ്റി അങ്ങ് മറിക്കുകയാണ്, നിയമങ്ങളെല്ലാം മാറ്റുന്നു. ഇനി എന്താണ്? ഈ ഗവൺമെൻറ്റാണ് ലേബർ കോഡ് എന്ന നാമധേയത്തിൽ ഈ രാജ്യത്ത് തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുത്ത ഒരു ഗവൺമെൻറ്റെന്ന് വരുത്തിക്കൊണ്ട് ഭാവി ഭാരതത്തെ കെട്ടിപ്പടുക്കാനാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇതൊരു അജണ്ടയാണ്. ഈ അജണ്ട ഇപ്പം നമ്മളിവിടെ ഈ ചാനലിൽ വന്നിരുന്ന് ചർച്ച ചെയ്ത് നമ്മൾ ഘോരഘോരം വാദിച്ചതുകൊണ്ടൊന്നും ഈ അജണ്ട മാറാൻ പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതിൻ്റെ കെടുതികൾ അനുഭവിച്ച് വരുന്ന ഒരു കാലഘട്ടത്തിലേ ഇത് മാറാൻ പോകുന്നുള്ളൂ. അത് മാറുക തന്നെ ചെയ്യും, ഒരു സംശയം. എനിക്ക് കാര്യത്തിലൊക്കെ നമുക്ക് ലോകം മുഴുവനും പരിചയമുള്ള ഒരാളെന്നുള്ളതിൽ നല്ല ആത്മവിശ്വാസത്തോടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് തിരിച്ച് വരും. കാരണം ഈ രീതി ശരിയല്ല. പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം കൊണ്ട് ഈ രാജ്യത്തിന് എവിടെയാണ് നേട്ടം ഉണ്ടായത്? കമ്മ്യൂണിക്കേഷൻ രംഗത്ത് സ്വകാര്യവൽക്കരണം കൊണ്ട് സമ്പത്തിന് അറിയാമായിരിക്കുമല്ലോ. കമ്മ്യൂണിക്കേഷൻ രംഗത്ത് എത്രയോ പ്രൈവറ്റ്